ഹായ്, ഞങ്ങളിപ്പം കണ്ണമാലി ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. എറണാകുളം ജില്ലയിലുള്ള സ്ഥലമാണിത്. വൈറ്റിലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ടോ ഇവിടേക്ക്. കുഞ്ഞുസ് ആദ്യമായിട്ട് ബീച്ച് കാണാൻ വന്നാണേ. അല്ല കുഞ്ഞുസേ, കുഞ്ഞുസ് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. നോക്കിക്കേ. ഹായ്, ഇവിടെയൊക്കെ വീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നോണ്ട് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ട് അബി ഉണ്ട് കേട്ടോ. അബിയും അബിയുടെ മോളും ഉണ്ട്. കുഞ്ഞി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അവരുടെ കൂടെ. അബി ഹായ് ഇരുന്നേ. ജമീമ ഹായ്. ഹായ്. എന്താ മണ്ണിക്കളിയാ? മണലിലാണ് കളിക്കുന്നത്. കുഞ്ഞി എങ്ങനെയുണ്ട് ബീച്ച്? അടിപൊളിയാണോ? കുഞ്ഞി ഈ ടോയ്സ് മേടിച്ചപ്പോ മുതല് പറയുന്നതാണ് ഒന്ന് ബീച്ചിൽ പോണം എന്ന്. അങ്ങനെ ഇന്നാണ് കുഞ്ഞിയുടെ ആഗ്രഹം ഒന്ന് സാധിപ്പിക്കാൻ പറ്റിയത്. അയ്യോ, അതെടുക്കാൻ വേണ്ടിയാണ്. കളിക്കട്ടെ അല്ലേ? ഇവിടെ പട്ടമൊക്കെ പറത്താൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറെ ആളുകൾ ഇവിടെ പട്ടം പറത്തുന്നുണ്ട്. കുഞ്ഞിസേ കൊള്ളാവോ പട്ടം? പട്ടം കൊള്ളാവോ? കുഞ്ഞിസാണ് പട്ടം പറക്കുന്ന നോക്കി നിൽക്കും കേട്ടോ. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുന്നതാണ്. ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന നിരവധി ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങേ സൈഡിലൊക്കെ കുറേ കിടപ്പുണ്ട്. ഇത് ചെറിയൊരു വെള്ളമാണ്. ഈ വെള്ളം എന്തേ കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയേക്കുന്നുണ്ടോ? ഇതുപോലെയുള്ള തടി കഷ്ണം ഇട്ടിട്ടാണ് അതിലൂടെ കയറ്റിക്കൊണ്ടിരുന്നത്. കുറേ പേര് ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ബീച്ചിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിലും ഇറങ്ങുന്ന അപകടമാണെന്നാണ് ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പം പറഞ്ഞത്. കാരണം അവിടെ ചുഴി പോലെയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്ന അപകടമാണ്. കുറേ പേര് മരണപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു. ഇവിടെ സൂര്യൻ അസ്തമിക്കാറായി. സൺസെറ്റൊക്കെ അടിപൊളിയാണ്. ഈ സൈഡിൽ കുറേ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തീരെ ഇങ്ങനെ വരുന്നത് നല്ല രസമാണ്. കണ്ടോ, ഇവിടം വരെ വരുവേ. ഈ സൈഡിലൊരു കാളവണ്ടിയൊക്കെ ഇരിപ്പുണ്ടോ. കാളവണ്ടിയാണോ കുതിരവണ്ടിയാണോന്നറിയില്ല. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഭാഗമൊക്കെ ഇത് പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കാറ്റിൻ്റെ ശക്തി കാരണമായിരിക്കാം. ആരാരുടെ സൂര്യാസ്തമയമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബി ബീച്ച് എങ്ങനെയുണ്ട്? ബീച്ച് സൂപ്പറാ, മണൽ കൊണ്ട് മനോഹരമാണ്. കൊള്ളാം. സൂര്യാസ്തമയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ അത്. ലാസ്റ്റ് സ്റ്റേജാണ്.
ഒരു 5-6 ബോട്ടുകൾ ഇവിടെ കിടക്കുന്ന കാണാം. അങ്ങേറ്റതാണ് കേട്ടോ. ഈ ഒരു സൈഡ് മുഴുവൻ ഉരുളൻ കല്ലുകളാണ്. തിര എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം കേട്ടോ. ഹായ്, ഇതെന്താ? വീടാണോ? വീട് ഇവിടെ തിര വരുമോ? ഇല്ല. ഇതും വീടാണോ? കൊള്ളാലോ. ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അവന്മാർ വീടുണ്ടാക്കുന്നു, പിന്നെ ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അങ്ങേറ്റത്തായിട്ട് നടക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരാം. ഇവിടെ വളരെ നീളമുള്ളൊരു വാക്ക് വേ ഉണ്ട് കേട്ടോ. അങ്ങേയറ്റം വരെ ഉണ്ടത്. ഇതുണ്ട്, ഈ സാധനത്തിൻ്റെ പേരാണ് ടെട്രാപോഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് 4 കാലുകളാണ് കേട്ടോ ഉള്ളത്. 1, 2, 3, 4. ഇത് കടൽഭിത്തി നിർമ്മിക്കാനും പിന്നെ തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കോൺക്രീറ്റ് ആണ് കേട്ടോ മൊത്തം. ഈ സൈഡിൽ കുറേ വീടുകൾ കാണാം നമുക്ക്. സന്ധ്യയായി, മീൻ പിടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം മീൻപിടുത്തം കഴിഞ്ഞിട്ട് വരുന്നതാണെന്നറിയില്ല. ഇവിടെ ഒരു ഫുട്ബോളുകൾ നടക്കുന്നുണ്ട്. പിള്ളേരുടെ കൂടെ പ്രായമുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് മീൻ വന്നായിരുന്നു കേട്ടോ. തീർന്നുപോയി. ഇവാനിയും ജമീമയും വെള്ളത്തിലിറങ്ങാൻ പോകണം കേട്ടോ. ഇത്ര നേരം മണലിൽ കളിക്കുമായിരുന്നു. വെള്ളത്തിലിറങ്ങണമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാൽ മതിയേ. കുഞ്ഞി, ജമീമ, അവിടെ നിന്നാ മതി. അങ്ങനെ കുഞ്ഞുസ് ആദ്യമായിട്ട് കടലിൽ ഇറങ്ങി കേട്ടോ. കുഞ്ഞുസേ, കുഞ്ഞുസേ ഇറങ്ങുന്നില്ലേ? ഇതെന്താ എവിടെ കയറിയിരിക്കുന്നത്? പെയ്യാണോ? കുഞ്ഞുസിന് പെയ്യാ? കുഞ്ഞി അങ്ങനെയുണ്ട്? സൂപ്പറാണോ? ജമീമ സൂപ്പറാണോ? ആണോ? അപ്പൊ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോയാണ്. ജമീമയും ഇവാനിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കുഞ്ഞുസിന് ബീച്ചിൽ ഇറങ്ങാൻ പേടിയായിരുന്നു അല്ലേ കുഞ്ഞുസേ? വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.